ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റഡി റൂം മേക്ക് ഓവർ ആട്ടോ. എൻ്റെ വീട്ടിലൊരു എക്സ്ട്രാ റൂമുണ്ട്. സാധാരണ സ്റ്റോർ റൂം പോലെ നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാ സാധനങ്ങളും കൂടി ഡംപ് ചെയ്ത റൂമാണ്. ആ റൂം നമ്മൾ സ്റ്റഡി റൂം ആക്കാൻ പോവുകയാണ്. ഫുൾ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവണ മാതിരി ഓർഗനൈസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി റൂം ആക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ റൂം. അപ്പോൾ സൈഡിൽ അതാ എൻ്റെ ഓർഗനൈസർ ഉണ്ട്. അവിടെ ആവശ്യമില്ലാത്ത തലാണിയും പായൊക്കെ ഉണ്ട്. ഇതിവിടെ എൻ്റെ ബാഗുകളും ബുക്കുകളും കുറച്ചൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജനലിൽ അവിടെ എൻ്റെ വൈറ്റ് ബോർഡും വാട്ടർ ബോട്ടിലും ഒക്കെ ഉണ്ട്. ഒരു സ്റ്റഡിങ് ടേബിളാണ് കേട്ടോ. അതിൽ ആവശ്യമുള്ള ബുക്കുകളും എല്ലാം ഞാൻ വായിക്കുന്ന ബുക്കുകളൊക്കെ കൂടി ഡംപ് ചെയ്തിരിക്കുകയാണ്. മേലെ കലണ്ടർ, പിന്നെ ഒരു കലണ്ടറും ഒരു ഹാങ്ങിങ് വൈറ്റ് ബോർഡും ഉണ്ട്. അതെൻ്റെ ഓർഗനൈസറാണ് കേട്ടോ കോർണറിൽ വെച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ റൂം കഴിഞ്ഞ റെൻറ്റിന് ഇരുന്നവർ മെഴുകുതിരി ഉണ്ടാക്കാനുമാക്കി എടുത്ത റൂമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വാൾസിലൊക്കെ കുറേ മെഴുക് തെറിച്ച പാടുകളുണ്ട്. കുറേയൊക്കെ ഞാൻ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത്ര വൃത്തിക്ക് ഇത് പോയിട്ടില്ല. അപ്പോൾ പെയിൻറ്റിൻ്റെ ഒരു വൃത്തികേട് ഈ റൂമിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ അതൊന്നും കാര്യമാക്കാതെ ബാക്കിയെല്ലാം നമ്മൾ പറ്റുന്നത് പോലെ ഓർഗനൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡെസ്കിൽ ഇതാ ഫുള്ളും എല്ലാ വായിക്കുന്ന ബുക്കും പഠിക്കുന്ന ബുക്കൊക്കെ കൂടി ഇങ്ങനെ ഞാൻ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ ആവശ്യമില്ലാത്ത തലക്കാണയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനലിലൊക്കെ ആണെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ഞാൻ എൻ്റെ സ്റ്റഡിങ് ടേബിൾ ആണ് കേട്ടോ വൃത്തിയാക്കാൻ പോകുന്നത്. വേണ്ടാത്ത ബുക്കുകളെല്ലാം എടുത്ത് മാറ്റി വേണ്ട ബുക്കുകളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ആ ടേബിളിലുള്ള മൊത്തം ബുക്കുകളെടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മുക്കാലും വന്നിട്ട് ഞാൻ വായിക്കുന്ന ബുക്കും പിന്നെ ഇത് വന്നിട്ട് ഞാൻ പഠിക്കാനുള്ള ബുക്കുകളാണ് കേട്ടോ. പറയാൻ ഇത്ര ബുക്ക് ഉണ്ടെങ്കിലും ഞാൻ ആ കൂടി വായിച്ചിട്ട് കഴിഞ്ഞ് 2 ബുക്കേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ വായിച്ചതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ഞാനത് അവിടെ അടുക്കി വെക്കാൻ പോവുകയാണ്. ഞാൻ കറൻ്റ്ലി വായിക്കുന്നത് ഈ ബുക്സാണ്. അപ്പോൾ ഇത് മാത്രം ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി വായിക്കാനുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ ടേബിൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഓർഡറാണ് തോന്നിയിട്ടുണ്ട്. കാണാനും കുഴപ്പമില്ലാത്ത ഭംഗിയുണ്ട്. എല്ലാം കൂടി മെസ്സായി കിടക്കുന്നതിനെക്കാട്ടും നന്നായിട്ടുണ്ടെന്നാണ്. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഇത്തിരി വൃത്തികേട് പറയാനാണെങ്കിൽ എൻ്റെ ഈ ചാർട്ട് പോലത്തെ വൈറ്റ് ബോർഡും ഈ കലണ്ടറുമാണ്. ഇവിടെ ഓൾറെഡി ഒരു കലണ്ടർ അവിടെ ഉണ്ട്. അപ്പോൾ ഈ കലണ്ടർ വേണ്ട. ഈ കലണ്ടറും ഇതും നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഈ കോർണർ കാണാൻ ഏകദേശം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇവിടെ വാളിലുണ്ടായിരുന്നതൊക്കെ റിമൂവ് ചെയ്തു. ഇനി അടുത്തത് ഈ
ഇതും കൂടി ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാനുണ്ട്. പഠിക്കുന്ന ബുക്കിന് ആവശ്യത്തിനനുസരിച്ച് സെറ്റപ്പ് ചെയ്ത് ആ ജനാലയിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞ് എല്ലാം സെറ്റപ്പ് ചെയ്യാനാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ അത് സ്റ്റോർ റൂം നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റഡി ചെയ്യാനുള്ള സ്റ്റഡിങ് ടേബിൾ വെറും വാട്ടർ ബോട്ടിലും ക്ലോക്കും സ്റ്റിക്കി നോട്ട്സേ ഉള്ളൂ. ചെറിയ ഷെൽഫിൽ ബുക്കുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. വേറെ സ്റ്റഡിങ് ടേബിളിൽ ഞാൻ വായിക്കുന്ന ബുക്കുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നവരെ ബൈ.